ഇത് കേരളമല്ല, ഡൽഹിയാണ്. ഡൽഹിയിൽ റിപ്പോർട്ടർ ടിവിയുടെ റീജിയണൽ ബ്യൂറോയിലാണ് നമ്മുടെ റീജിയണൽ ചീഫ് ആശാൻ PR സുനിലുണ്ട്. എല്ലാവർക്കും അറിയാം. നോബൽ മാരിക്കാരനുണ്ട്, നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയുണ്ട്, കണ്ണൻ പ്രസിഡന്റുണ്ട്, ഈ ക്യാമറ എടുക്കുന്ന മനു ബാലകൃഷ്ണനുണ്ട്. ഏതായാലും വലിയ ആഘോഷത്തിലാണ്. നാട്ടിലാണ് ആഘോഷം, നമ്മുടെയൊക്കെ കുടുംബം നാട്ടിലാണ്. പക്ഷേ ഇവിടെയും നമ്മളൊരു കുടുംബം പോലെ സ്ഥാപനത്തിൽ ഓണം ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പോ നോബലിന്റെ എത്രാമത്തെ ഓണമാണ് ഇവിടുത്തെ? എന്റെ ഡൽഹിയിൽ ഒരു 5ാമത്തെ ഓണാണ്. നാട്ടിൽ ആഘോഷിക്കൽ കുറവാണ്, വളരെ കുറവാണ്. ഡൽഹി വന്നതിന് ശേഷം ഒരു തവണ മാത്രമേ ഞാൻ നാട്ടിൽ ആഘോഷിച്ചിട്ടുള്ളൂ. ഇപ്പൊ സുനിലേട്ടനുണ്ട്. സുനിലേട്ടൻ ശരിക്കും ഫാമിലി ആയിട്ട് ആണ് അല്ല, പിന്നെ ഫാമിലി ആയിട്ട് ഇവിടെ ആണല്ലോ. 10-20 വർഷമായി ഡൽഹിയിലാണ് ഓണാഘോഷിക്കുന്നത്. നാട്ടിൽ ഓണം മിസ്സാ ശരിക്കും. അപ്പോ ഈ അച്ഛനെ, അമ്മ, പഴയ ഓർമ്മ അതൊക്കെ ശരിക്കും ഒന്ന് കുത്തില്ലേ? തീർച്ചയായും. നമ്മുടെ നാട്ടിലൊക്കെ പുത്തരി ഉണ്ടലൊക്കെ ഉണ്ട്, നമ്മളൊക്കെ വയലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും പുത്തരി ഉണ്ടലൊക്കെ ഉണ്ടാവും ഈ ഓണക്കാലത്ത്. പക്ഷെ അതൊക്കെ നമുക്കൊരു മിസ്സാണ്. ശരിക്കും പറഞ്ഞാൽ പാലക്കാട് നിന്നാണ്. അപ്പം പറമ്പും ആ നെല്ലറയാണ്, വയലും അതിനോടനുബന്ധമായ ചെറുപ്പാലത്ത് അങ്ങനത്തെ ഒരു ഓണമായിരുന്നു. അത്ര തീർച്ചയായും നമ്മുടെ വയലിലൊക്കെ ആദ്യം പുന്നെല്ല്, പുതിയ നെല്ല് നമ്മൾ അരിഞ്ഞുകൊണ്ട് വന്ന്. സ്വന്തം വയലുണ്ടോ? തീർച്ചയായും. അപ്പൊ വലിയ പണക്കാരനാണ്. അതാണ്, സ്വന്തം വയലൊക്കെ ഉള്ള വലിയ പ്രമാണിയായിരുന്നു അവിടുത്തെ. ഏതായാലും ഇപ്പൊ ഡൽഹിയിലെ പ്രമാണിയാണ്. ഇത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പൂക്കളം ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്നത് അവിശ്വസനീയമാണ്. ചെയ്തത് നന്ദു പേരാമ്പ്ര. സൈന്യത്തിൽ വിശ്വാസമുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ കശ്മീരിൽ അതിർത്തി സംഘർഷം, പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിൽ റിപ്പോർട്ടിന് പോയ വീഡിയോ ജേർണലിസ്റ്റ് ആണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? വിശ്വാസമുണ്ടോ? നല്ല വിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് ഓണം? ശരിക്കും 2ാമത്തെ ഓണമാണ്. നമ്മൾ ഒരുമിച്ചാണോ ഡൽഹിയിലെ 2ാമത്തെ ഓണമാണ്. എന്താണ്, അടിപൊളിയാണ്. നാട്ടിലെ പോലെ തന്നെ. നാട്ടിലെ ഇപ്പൊ നീ ഇന്നലെ വിളിക്കുന്നുണ്ടായിരുന്നു, അച്ഛന് ഡ്രസ്സ് എടുക്കണം, അമ്മയ്ക്ക് ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് അവിടെ ഇല്ല എന്നുള്ളൊരു വിഷമമുണ്ടോ? അങ്ങനെ വിഷമല്ലേ, ഇവിടെ നമ്മള് ഭയങ്കര ഹാപ്പി അല്ലേ. ഇവിടെ ഒരു കുടുംബം, ഒരു ഫാമിലി അല്ലേ. കണ്ണൻ പ്രസിഡന്റ് ഈ ന്യൂസ് 8ൽ നിന്ന് ഇവിടേക്ക് മാറിയതാണ്. അപ്പൊ ഡൽഹിയിലാണ് ഒരു 5 കൊല്ലമായിട്ടല്ലേ. എങ്ങനെയുണ്ട് ഓണം? അമ്മ അച്ഛനൊക്കെ വിളിക്കുന്നുണ്ടോ? അല്ല, ഇന്നലെ വൈകിട്ട് വിളിച്ചായിരുന്നു. എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് കുഴപ്പമില്ലാതെ പോകുന്നു. സെറ്റാണ്. ഇനിയിപ്പോ നമ്മുടെ ഒരു വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനാണ്. പോയാൽ പുള്ളി എങ്ങോട്ട് വിടുക. മനു ബാലകൃഷ്ണന്റെ ആദ്യത്തെ ഓണമാണ്. മനു ബാലകൃഷ്ണൻ കുടുംബത്തേക്ക് വിട്ട് ആ ഒരു വിഷമമുള്ള ഓണമാണ്. അടിപൊളി ഓണം. സെറ്റാണ്. ഇത് നമുക്ക് ഈ ഓണം ആഘോഷത്തിൽ ഒരു പ്രധാന അത്തപ്പൂക്കളമൊക്കെ കഴിഞ്ഞാൽ ഇനിയുള്ളത് എന്താ നോബിളെ? ഭക്ഷണം. അത് ആരുടെ? അത് നോബലിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് അല്ല, നമ്മളെല്ലാ സാധനവും ഒരുമാതിരിപ്പെട്ട നമ്മളെ കൊണ്ട് ഡൽഹി പറ്റുന്ന എല്ലാ സാധനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അച്ചാറുകളുണ്ട്, അതോടൊപ്പം തന്നെ തോരനുണ്ട്, അവിയലുണ്ട്, കൂട്ടുകറികളുണ്ട്, പിന്നെ ചോറ് വരാൻ പോകുന്നേ ഉള്ളൂ. അത്തരത്തിൽ അതെന്താന്ന് ചോദിച്ച് അത് ഓലനാണ്. ഓക്കെ. ഡൽഹിയിൽ നമ്മൾ ഈ കുപ്പി വെള്ളമാണ് കണ്ടോ. ഇത് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. മെട്രോ സിറ്റി ആകുമ്പോൾ സ്വാഭാവികമായി അതിയായ മാറ്റം ഉണ്ടാകും. നമ്മൾ നാട്ടിൻപുറത്ത് ഓണം ആയിരിക്കില്ല ഒരു മെട്രോ സിറ്റി എന്താണ് ഉണ്ടാവുക. ഇനിയിപ്പോ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഓണം അങ്ങോട്ട് ആഘോഷമാക്കുകയാണ്. നാളെ പായസമുണ്ട്, 2 കൂട്ടം പായസമുണ്ട്. 2 പായസം. എങ്ങനെയുണ്ട് നമ്മുടെ ഈ സദ്യ? എങ്ങനെയാണ്? സദ്യ സൂപ്പർ. ഈ ഓണ സദ്യയുടെ വിട്ടു വന്നതാണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ കണ്ണിലാ വിഷമമുണ്ട്. ഏതായാലും ഇവിടെ വലിയ ആഘോഷത്തിലാണ്. ഇവിടുത്തെ മറ്റ് ഡ്രൈവർമാരും എല്ലാവരും ഇവിടെ ആഘോഷത്തിലാണ്. ഏതായാലും വലിയ സന്തോഷം. ദില്ലിയിൽ നമ്മളിവിടെ കുടുംബമൊക്കെ വിട്ടിവിടെ നിൽക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ആ സന്തോഷം പരസ്പരം പങ്കിടുന്ന ഒരു കുടുംബമായി നമ്മളിവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പറയാൻ കഴിയുന്നത്. ഏതായാലും ദില്ലിയിൽ നിന്നും ടീം റിപ്പോർട്ടർ.